കീം പരീക്ഷാഫലം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കേരള സിലബസ് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി ജസ്റ്റിസ് PS നരസിംഹയുടെ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. CBSE വിദ്യാർത്ഥികൾ നൽകിയ തടസ്സ ഹർജിയും ഇന്ന് ഇതേ കോടതി പരിഗണിക്കുന്നുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടി നൽകും. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ടാക്കിയ ഒരു തീരുമാനമായി എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും ഇതിൽ ഇന്ന് ഉത്കണ്ഠയുണ്ട്. പറയൂ ബൽറാം. വെരി ഗുഡ് മോർണിംഗ് SKN. വിദ്യാർത്ഥികളുടെ ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതി ഇന്ന് കീം പരീക്ഷാഫലം റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിന് എതിരായ കേരള സിലബസ് വിദ്യാർത്ഥികളുടെ ഹർജി പരിഗണിക്കുന്നത്. പ്രധാനമായും ഈ പുനഃക്രമീകരിച്ച റാങ്ക് പട്ടിക റദ്ദാക്കണം എന്ന ആവശ്യമാണ് ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. തങ്ങൾക്ക് സ്വാഭാവിക നീതി നിഷേധിക്കപ്പെട്ടു എന്നാണ് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പുതിയ ഫോർമുല തള്ളിയ ഹൈക്കോടതി ഉത്തരവിനെതിരായി സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലത്തിലായിരുന്നു വിദ്യാർത്ഥികൾ തന്നെ നേരിട്ട് സുപ്രീം കോടതിയിൽ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. റാങ്ക് പട്ടിക പുതുക്കിയത് സ്വാഭാവിക നീതിയുടെ നിഷേധമാണ് എന്ന് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രോസ്പെക്ടസിൽ മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ട് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തങ്ങൾക്ക് CBSE വിദ്യാർത്ഥികളുടെ അവകാശം ഇല്ലാതാക്കിയല്ല ഈ പട്ടിക എന്നുമാണ് വിദ്യാർത്ഥികൾ ഈ ഹർജി നൽകിയ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം CBSE വിദ്യാർത്ഥികളുടെ തടസ്സ ഹർജിയും സുപ്രീം കോടതിക്ക് മുന്നിലുണ്ട്. ജസ്റ്റിസ് PS നരസിംഹ അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിക്കുന്നത്. അതേസമയം കേരള സിലബസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണാകും സുപ്രീം കോടതിയിൽ ഹാജരാകുക. ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നും ഈ വിഷയത്തിൽ വരാനിരിക്കുന്ന തീരുമാനം എന്നുള്ളത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. SKN. ഓക്കെ, താങ്ക് യു